സാധാരണയായി SLC-കാർക്ക് ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസും ഒരു അസർട്ടീവ് സെന്റൻസും ആണ് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഇമ്പരേറ്റീവ് സെന്റൻസും ചോദിക്കാറുണ്ട്. ഇവിടെ രണ്ട് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. കം ഹിയർ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക എങ്ങനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസിനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. അസർട്ടീവ് സെന്റൻസും ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. പക്ഷെ എന്താകുമ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് കാണില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെയും അസർട്ടീവ് സെന്റൻസും അവസാനിക്കുന്ന ഫുൾ സ്റ്റോപ്പിലാണ്. അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റിൽ ആരംഭിക്കും. അതായത് ഐ ലവ് യു പോലെ ആരംഭിക്കും. ഇവിടെ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് എന്ത് സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതായത് ഇവിടെ ഡോണ്ട് ആസ്ക് മീ എന്ന് പറയുന്നതും എന്ത് സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. വൈ? ഇവിടെ എന്തില്ല? സബ്ജക്റ്റിൽ ആരംഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് സെന്റൻസ് ആണ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇമ്പരേറ്റീവ് സെന്റൻസ് രണ്ട് തരത്തിലുണ്ട്. റിക്വസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇമ്പരേറ്റീവ് ഉണ്ട്, ഓർഡർ ചെയ്യുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ട്. ഇവിടെ ഓർഡർ ചെയ്യുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തത് രണ്ടെണ്ണവും. അപ്പൊ അത്തരം ഓർഡർ ചെയ്യുന്ന, അതിൽ കമാൻഡ് ചെയ്യുന്ന, ആസ്ക് ചെയ്യുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ ഒന്നുകിൽ ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ കമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ആസ്ക് ആയിരിക്കും. ഈ മൂന്ന് വാക്കുകളാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? കൺജങ്ഷൻ ആണ്. അപ്പൊ ഇവിടെ മാളു ഓർഡേഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആരാണ്? റിസ്വാൻ. മാളു ഓർഡേഡ് റിസ്വാൻ. ഇനി നമുക്ക് ഈ സെന്റൻസ് ഇതുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എല്ലായ്പ്പോഴും ഓർമ്മിക്കുക, ഇമ്പരേറ്റീവ് സെന്റൻസ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത്, കണക്ടർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ടു ആയിരിക്കും. ടൂവിന്റെ കൂടെ എടുത്ത് തന്നെ അറ്റാച്ച് ചെയ്താൽ മതി. കം, ടു കം എന്ന് എഴുതുക. ഹിയറിന് മാറ്റമുണ്ട്, എന്തായിട്ട് മാറും? ദയർ ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കണക്ടർ കൺജങ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ടു ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക. ടുവിന്റെ കൂടെ ആ വാക്കെടുത്ത് എന്ത് ചെയ്യുക? ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ കമ്മിന് ചേഞ്ച് വരില്ല. ഈ കം എന്ന് പറയുന്നത് ടൂവിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു വെർബിന് എന്ത് വരില്ല? മാറ്റം എന്ത് ചെയ്യില്ല? വരില്ല. അതുകൊണ്ട് ടു കം എന്ത് തന്നെ ടൂവിനോട് ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് കം ഒരിക്കലും ആരായി മാറൂല, കൈമാറ്റൊന്നും മാറൂല. അവിടെ എന്ത് തന്നെയാണ്? കം തന്നെയാണ്. പിന്നെ മാറ്റം വരുന്ന ഹിയറിന് മാറ്റമുണ്ട്. ഹിയർ എങ്ങനെ മാറും? തയ്യാറായിട്ട് എന്ത് ചെയ്യും? അടുത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഡോണ്ട് ആസ്ക് മീ ആണ്. ഡോണ്ട് ആസ്ക് മീയും ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതും കമാൻഡ് ചെയ്യുന്ന സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് എന്ത് വന്നിരിക്കുന്നത്? ആസ്ക് വന്നിരിക്കുന്നത്. ആസ്ക് അല്ലെങ്കിൽ ഓർഡർ വരാം, അല്ലെങ്കിൽ എന്ത് വരാം? കമാൻഡ് വരാം. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ആസ്ക് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഈ സെന്റൻസിനെയും സംബന്ധിച്ച് ഒരു എന്താണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നോട്ട് ഇല്ല, ഇവിടെ എന്തുണ്ട്? നോട്ട് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏത് കൊടുത്താണെന്ന് അറിയാം? ടു കൊടുത്താണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് കൊടുത്തിട്ട് വേണം ആരെ കൊടുക്കാൻ? ടൂവിനെ എഴുതാൻ. ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ ഇതുമായിട്ട് എന്ത് ചെയ്തപ്പോൾ കണക്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തു? ടു കൊടുത്തു. എന്തുകൊണ്ട് നമുക്ക് ടു കൊടുക്കാൻ പറ്റി? ഇവിടെ ഡോണ്ട് അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടില്ല. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഡോണ്ട് നോട്ട് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നോട്ടിന് നമ്മൾ റിപ്പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ, ഇമ്പരേറ്റീവിലുള്ള നോട്ടിന് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ടൂവിന് മുമ്പ് നമ്മൾ എന്ത് എഴുതണം? നോട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ ടു എഴുതുക. എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് ആസ്ക് അതേടത്ത് എഴുതുക. മീ എന്നുള്ളത് എങ്ങനെ മാറും? മീ എന്നുള്ളത് റിസ്വാൻ അനുസരിച്ച് മാറും. റിസ്വാൻ ഇവിടെ ആരാണ്? ആൺകുട്ടിയാൽ നിന്ന് മാറും. ഹിം ആയിട്ട് എന്ത് ചെയ്യും? മാറും. വെരി സിമ്പിൾ ആണ്. അപ്പോ